गुड मॉर्निंग टू ऑल। JRCM हमारा ചാർജ് ന്യൂട്രി ചാർജ് ഏകദേശം 12 ദിവസമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ സെഗ്മെന്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂട്രീഷൻ എന്ന മേഖല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ന്യൂട്രി ചാർട്ട് ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി തന്നെ നമ്മൾ പഠിച്ചു. ഓൾമോസ്റ്റ് ഒരു 90% കഴിഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ ബാക്കിയെല്ലാം കൂടി നമ്മൾ പൂർത്തിയാക്കും. ഏതൊരു മേഖലയിലും പഠനമാണ് വിജയത്തിന്റെ സക്സസ്. ദ മോർ യു ലേൺ, ദ മോർ യു ക്യാൻ ഏൺ. ദ മോർ യു ഏൺ, ദ മോർ യു ക്യാൻ എൻജോയ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു വിഷയം ന്യൂട്രി ചാർജ് BJ. എല്ലുതീരുമാനം എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം മലയാളികളും. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സ് പിന്നിട്ട ഭൂരിപക്ഷം ആളുകൾക്കും, എസ്പെഷ്യലി ലേഡീസിനുള്ള പ്രോബ്ലമാണ് എല്ലുതീരുമാനം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങൾ പറയാം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം, എല്ലാം നമുക്ക് പറയേണ്ട കാര്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്നെ പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 18 വർഷമായിട്ട് അങ്ങനെ ഒരു മരുന്നിന്റെ ഒരു ആവശ്യകത എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നാച്ചുറോപ്പതി, പ്രകൃതി ജീവനം ആൻഡ് യോഗ. പ്രകൃതിയിൽ മൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് രോഗങ്ങൾ വരാറില്ല. അപ്പൊ നാച്ചുറൽ റിസോഴ്സിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നു. അപ്പൊ നമ്മൾ എത്രമാത്രം അതിലേക്ക് മാറാൻ സാധിക്കുന്നു, അത്രയും നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടും, ആരോഗ്യം മെച്ചപ്പെടും. ഇന്നത്തെ ഈ ഒരു കാലഘട്ടം രോഗാതുരതയുടെ കാലഘട്ടമാണ്. ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, ആശുപത്രിയിൽ ജസ്റ്റ് ഒരു വിസിറ്ററായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കാണ്. ഇന്നുവരെ രോഗികളില്ലാതെ ഒരു ആശുപത്രിയും പൂട്ടിപ്പോയ ചരിത്രമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫാക്ടറികളും ഒരുപാട് കമ്പനികളും പൂട്ടിപ്പോയ ചരിത്രമുണ്ട്. പക്ഷെ ആശുപത്രികൾ പൂട്ടിപ്പോകുന്നില്ല. ആശുപത്രികളുടെ എണ്ണം കൂടുകയാണ്. ആശുപത്രികളുടെ എണ്ണം കൂടുക എന്നുള്ളത് ആരോഗ്യത്തിന്റെ വളർച്ചയല്ല, ആരോഗ്യത്തിന്റെ ക്ഷയമാണ് കാണിക്കുന്നത്. ഇതിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഞാൻ എയർഫോഴ്സിലായിരുന്നു 20 വർഷം. വേണമെങ്കിൽ 56 വയസ്സ് വരെ തുടരാമായിരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് വെച്ച് പുറത്തു വന്ന സമയത്താണ് ഞാൻ RCM പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ എൻ്റെ ജീവിത ഉപാധിയായിട്ട് RCMനെ തിരഞ്ഞെടുത്തു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 17 വർഷം 3 മാസം ഞാൻ RCMൽ അടിയുറച്ചു നിൽക്കുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം, ഞാൻ ഉൾപ്പെടെ ഒരു വലിയ ഒരു ജനതയ്ക്ക്, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അത് സഹായിച്ചു. ചെറിയ മാറ്റങ്ങൾ, ഞാൻ വലിയ മാറ്റങ്ങൾ എന്നല്ല പറയുന്നത്, ചെറിയ മാറ്റങ്ങൾ. അപ്പൊ നമുക്കും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓൺലി തിങ്, നമ്മൾ അതിനനുസരിച്ചൊന്ന് മാറണം. RCM ബേസിക്കലി ഒരു ചേഞ്ച് ആണ്. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥയിൽ നിന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വന്നു, പരമ്പരാഗത രീതിയിലുള്ള വിപണനം വന്നു, അതിൽ നിന്ന് മാറി ഡയറക്റ്റ് മാർക്കറ്റിംഗ് വന്നു. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കമ്പനിയാണ് RCM പ്രൊമോട്ട് ചെയ്യുന്ന ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഉൽപാദകനും ഉപഭോക്താവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്നു. നല്ല സാധനങ്ങൾ ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യം. വിലക്കുറവ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി. ഒരു മനുഷ്യന്റെ കയ്യിലും 5 പൈസയില്ല. നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളോട് വളരെ ക്ലോസ്ലി ചോദിച്ചോളൂ, വളരെ അടുപ്പത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ എങ്ങനെയുണ്ട് ബിസിനസ്, അവർ പറയും മഹാമോശം. പക്ഷേ ഓരോ മാസവും വച്ചടി കയറുന്ന ഒരു ബിസിനസിന്റെ ഭാഗമാണ് ഞാനും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകൾ മുഴുവൻ. കാരണം കഴിഞ്ഞ ഒറ്റ മാസം ഈ ഒരു ടീമിൽ 33 ലക്ഷം പർച്ചേസ് വോള്യൂം വർദ്ധിച്ചുവെങ്കിൽ മറ്റ് ഒരു സെഗ്മെന്റിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അത് ചെറിയ കാര്യമല്ല. സോ അതിന് കോൺട്രിബ്യൂഷൻ നൽകിയ എല്ലാവർക്കും തുടക്കത്തിലെ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. RCM എന്ന പ്രസ്ഥാനത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തില് അവരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താ കൺഫ്യൂഷൻ? വേറൊന്നുമല്ല, ഇതെങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അവർ കുറച്ച് ആദ്യം കാണുന്ന ഉൽപ്പന്നങ്ങളാണ്, പിന്നെ അത് ഉപയോഗിക്കുന്നു, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു, പിന്നെ പതുക്കെ അവർ അതിന്റെ പുതിയ തലങ്ങളിലോട്ട്, അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള തലങ്ങളിലോട്ട് പോകുന്നു. അതിന് നമുക്ക് വേണ്ടത് ട്രെയിനിങ്ങുകളാണ്. അപ്പോൾ എത്ര കൂടുതൽ മീറ്റിങ്ങുകൾ, എത്ര കൂടുതൽ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അത്രയും നമ്മുടെ ബിസിനസ്സിൽ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, അറിവാണ് ആയുധം. അതെപ്പോഴും ഓർത്തിരിക്കുക. അത് കൂടുതൽ കിട്ടാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം ന്യൂട്രി ചാർജ് BJ, ബോൺ ആൻഡ് ജോയിന്റ്. എല്ലുകൾക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂട്രി ചാർജ് BJ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലൈഫില്, നമ്മുടെ ബിസിനസ്സില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ രാഷ്ട്രത്തില്, മൊത്തം ഈ ലോകത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സോ ന്യൂട്രി ചാർജ് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ബ്രാൻഡാണ്.
ദേശീയം അന്തർദേശീയ തലത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ ഈ ഒരു ബ്രാൻഡ് 2011 മുതൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊക്കെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ടോ, അത് ഏതൊക്കെ ആവശ്യത്തിനുണ്ടോ, അതെല്ലാം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരാളം കൺഫ്യൂഷൻ ഉണ്ട്. ഫുഡ് സപ്ലിമെന്റ്സ് നമ്മുടെ ശരീരത്തിന് എന്നും ആവശ്യമാണോ? പ്രകൃതിയിൽ നിന്ന് കിട്ടില്ലേ? പ്രകൃതിയിൽ നിന്ന് കിട്ടും. ആ പ്രകൃതിയെ നിങ്ങൾ അന്വേഷിച്ച് പോയാൽ മതി. പക്ഷെ ഇപ്പൊ അവിടെ പ്രകൃതി അല്ല, വികൃതിയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടാറില്ല. ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തില്, കുടിക്കുന്ന വെള്ളത്തില്, ശ്വസിക്കുന്ന വായുവിൽ മുഴുവൻ മായം കലർന്ന ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് കഴിഞ്ഞുകൊണ്ടാൻ പറ്റും. ഇറ്റ് ഈസ് ത്രൂ RCM. വി ക്യാൻ ഗെറ്റ് 100% അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള സേഫ് ടു കൺസ്യൂം ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നിത്യോപയോഗ സാധനങ്ങളും കിട്ടും. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ്. അതിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് BJ. അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന്റെ ബേസിക് ആയിട്ടുള്ള 7 കോൺസ്റ്റിറ്റ്യൂവൻസ്, 7 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ധാരാളം ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇനി ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, പുതിയ ആളുകളുണ്ട്, അവർക്കും അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം 7 എണ്ണം. പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട് മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന്. ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. പക്ഷേ സയൻസ് അതിനെ 7 ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തതാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ 55 മുതൽ 70% വെള്ളമായിരിക്കണം. വെള്ളം കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 60%. മുട്ടുവേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വെള്ളം കുറവ്. വെള്ളം കുറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു 10-25ഓളം അസുഖങ്ങളുണ്ട് വെള്ളത്തിന്റെ കുറവുകൊണ്ട് മാത്രം ഉണ്ടാകുന്നു. പക്ഷെ മുട്ടുവേദനയുടെ ഒരു കാരണം വെള്ളത്തിന്റെ. ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. ഓക്കെ. നല്ലപോലെ വിയർക്കുന്ന ആളുകൾ, ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ 1.5 ലിറ്റർ വെള്ളം വരെ ഓരോ 20 കിലോയ്ക്കും കൂടി കുടിക്കണം. എന്ന് വെച്ചാൽ ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം ഒരു 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ കുടിച്ചിരിക്കണം. അത്രയും കുടിച്ചാൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നല്ലൊരു ശതമാനം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. രണ്ടാമത്താണ് കാർബോഹൈഡ്രേറ്റ്. ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജം, അത് കൺവെർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവുന്നു. അത് എനർജി ആയിട്ട് മാറുന്നു. നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിന്, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഊർജ്ജമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ കഠിനാധ്വാനമൊന്നും ഇല്ല, വ്യായാമം ചെയ്യുന്നത് കുറവാണ്. ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് ഭൂരിപക്ഷം ആളുകളും ഫോളോ ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടില്ല, പക്ഷെ അധ്വാനം കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എക്സസീവായിട്ട് വരുന്ന ഊർജ്ജം മുഴുവൻ ഫാറ്റ് ആയിട്ട് ബോഡിയിൽ കൺവെർട്ട് ആവും. 200-250 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ധാരാളം മതി. ഇനി മൂന്നാമതാണ് ഫാറ്റ്. ഫാറ്റ് മിനിമം നമ്മുടെ ശരീരത്തിൽ വേണം. പല വൈറ്റമിൻസും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഫാറ്റിന്റെ സാന്നിധ്യത്തിലാണ്. പക്ഷേ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. 2 തരത്തിലാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഒന്ന് നോൺ വെജിലൂടെ വരുന്നു, മറ്റൊന്ന് ഒന്നിലധികം തവണ ചൂടാക്കി എണ്ണയിലൂടെ വരുന്നു. ഇതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫാറ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യുന്നതാണ് നല്ലത്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ എടുത്ത് നാളെ വീണ്ടും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക്, അത് കുറഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ നിരവധിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം. വൈറ്റമിൻ A, B, C, D അങ്ങനെ കുറെ ഉണ്ട്. ഓരോന്നിന്റെ കുറവ് ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മിനറൽസ്. അയൺ, മഗ്നീഷ്യം, കാൽഷ്യം, മാംഗനീസ് എല്ലാം നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള 13ഓളം മിനറൽസ് ഉണ്ട്. ഓരോന്നിന്റെ കുറവും ഒന്നിലധികമോ രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് 70% ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് 70% അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈബർ. നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ദഹനം, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ ഫാറ്റ് റിഡക്ഷനൊക്കെ സഹായിക്കും. ഈ 7 ഘടകങ്ങളും കറക്റ്റ് കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമുക്ക് ഒരു രോഗങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് പഞ്ചഭൂതാത്മകമിതം ശരീരം എന്ന് പുരാണത്തിൽ പറയുന്നത്. ഈ 5 ഘടകങ്ങൾ സയൻസിനെ 7 ഡിവൈഡ് ചെയ്തു. എല്ലാം ഒന്ന് തന്നെ. അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സോ വെൽനസ് ന്യൂട്രീഷൻ. ഇവിടെ നമുക്ക് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം, മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, അങ്ങനെ ഒരുപാട് വേദനകളുണ്ട്. എവിടെയാണോ എല്ലുള്ളത്, എവിടെയൊക്കെ ജോയിന്റ് ഉണ്ട്, അവിടെയൊക്കെ വേദനകളുണ്ട്. നല്ലൊരു ശതമാനത്തിന് ഈ പ്രശ്നം. എനിക്ക് ഒരു ജോയിന്റ് പെയിനും ഇല്ല, ബാക്ക് പെയിനും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഹാർഡ്ലി 1%. കാരണം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 30-ലധികം രോഗികളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും സഹായകമാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് BJ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എല്ല് തേയ്മാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അല്ലെ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെയ്യും. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പെൻസിലിന്റെ കടവശത്ത് റബ്ബർ ഉണ്ടായിരുന്നു മായ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഉപയോഗിക്കും തോറും തെയ്യും.
ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരാള് ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലെ. ഫുൾ സപ്പോർട്ട് മുട്ടിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ തേയ്മാനം വന്നു? ഒന്ന്, ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെയ്യും. ഓവറായിട്ട് യൂസ് ചെയ്യുന്ന മുമ്പ് എങ്ങനെയാ തെയ്യുന്നത്? അതിന് വേണ്ട പോഷകങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഒരു വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ യൂസ് ചെയ്തു, അതിന് വേണ്ട ഓയിൽ കൊടുത്തില്ല, മറ്റേ സർവീസും ചെയ്തില്ലെങ്കിൽ എഞ്ചിന്റെ പാർട്സ് എല്ലാം കേടുവരും എന്ന് പറഞ്ഞ പോലെ. രണ്ടാമത്തത്, ഓവർ വെയിറ്റ് വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും, തേയ്മാനം ഉണ്ടാവും അല്ലെ. ആ ഒരു മുട്ടിന് താങ്ങാൻ പറ്റാത്തതിൽ കൂടുതൽ ഭാരം മേലേന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മെയിൻലി ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് എല്ല് തേയ്മാനത്തിന്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട എല്ല് തേയ്മാനത്തിന്റെ കാരണക്കാരനാണ് പഞ്ചസാര. പഞ്ചസാര എന്നൊരു വസ്തു ഒഴിവാക്കിയാൽ അറ്റ്ലീസ്റ്റ് 80% എല്ല് തേയ്മാനം നമുക്ക് മാറ്റാൻ പറ്റും. വരുന്ന ഒരു തലമുറ പഞ്ചസാര കഴിക്കാത്ത ഒരു തലമുറയായിട്ട് മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അത് മതി, വേറെ ഒന്നും ആവശ്യമില്ല. എല്ല് തേയ്മാനത്തിന്റെ രണ്ടാമത്തെ കാരണമാണ് വാളംപുളി. ഏറ്റവും കൂടുതൽ വാളംപുളി ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തില് പാലക്കാട്ടുകാരാണ്. ഏറ്റവും കൂടുതൽ എല്ല് തേയ്മാനം ഞാൻ കണ്ടിടത്തോളം അവിടെയാണ്, ആ ഏരിയയിലാണ്. കാരണം വാളംപുളി മറ്റുള്ള ഏരിയയിലും മറ്റു തരത്തിലുള്ള പല പുളികളുണ്ട്. ഇപ്പൊ കുടംപുളി, തക്കാളിയുടെ പുളി, മാങ്ങയുടെ പുളി, അത്തരം പുളികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ വാളംപുളി ഏറ്റവും കൂടുതൽ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ കാരണമാണ് വെയിൽ കൊള്ളാത്തത്. വെയിൽ കൊള്ളാൻ നമുക്ക് ഇഷ്ടമല്ല, വെയിലിനെതിരെ കുട പിടിച്ച് നടക്കുന്നവരാണ്. ഇപ്പോഴത്തെ നട്ടുച്ച വെയിൽ കൊള്ളേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. രാവിലെ 9 മണിക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 8 മണിക്ക് മുമ്പുള്ള ഇളം വെയിൽ, വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള പോക്ക് വെയിൽ. അപ്പൊ വെയിലിൽ നിന്ന് ധാരാളം വൈറ്റമിൻ ഡി കിട്ടും, അത് പല്ലിനും എല്ലിനും തൈറോയിഡിനും ഒക്കെ ഗുണം ചെയ്യും. എല്ല് തേയ്മാനത്തിന്റെ നാലാമത്തെ കാരണം നിരന്തരമായ മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗം. എത്ര കൂടുതൽ മരുന്ന് ഉപയോഗിച്ചു അത്ര കൂടുതൽ അവരുടെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവും. ഈ തേയ്മാനം കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു മെഷീൻ ഉണ്ട്, ഒരു ബോഡി സ്കാനർ, ന്യൂട്രിചാർജിന്റെ ഒരു ബോഡി സ്കാനർ ഉണ്ട്. അതിന്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റും ഏജും ജെൻഡറും അതിൽ ഫീഡ് ചെയ്താൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് ഭൂമിശാസ്ത്രം ആ മെഷീൻ പറഞ്ഞു തരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ എല്ലിന്റെ തൂക്കം. 5 അടി 2 ഇഞ്ച് 155 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം 3 കിലോ എല്ല് വേണം. അപ്പൊ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എല്ലിന്റെ തൂക്കം കൂടണം, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് എല്ലിന്റെ തൂക്കം ആനുപാതികമായിട്ട് കുറയണം. നമ്മുടെ നാട്ടിൽ ഏതൊരു വ്യക്തിയെ ബോഡി സ്കാൻ ചെയ്താലും അപൂർവം ആളുകൾക്ക് ആ ബോഡിയുടെ ഹൈറ്റ് അനുസരിച്ചുള്ള എല്ലിന്റെ തൂക്കമുള്ളത്. അപ്പൊ ഇത് ആണ് എല്ല് തേയ്മാനം, നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ 5ാമത്തെ കാരണമാണ് തവിടില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ തവിടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാറില്ല. നെല്ല് 2 തവണ പുഴുങ്ങി ഉപയോഗിക്കും. നെല്ല് 2 തവണ പുഴുങ്ങുമ്പോൾ നെല്ലിലെ കംപ്ലീറ്റ് എസൻസും വെള്ളത്തിൽ കൂടെ പോകും. ആ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി വെളുപ്പിച്ചുള്ള തവിട് മുഴുവൻ മില്ലിൽ കളയും. വീട്ടിൽ കൊണ്ടുവന്നൊരു 3-4 തവണ കഴുകി അതിൽ അവശേഷിച്ചിരിക്കുന്ന തവിട് അരിക്കാടി വെള്ളത്തിലൂടെ വേസ്റ്റ് ആക്കി കളയും. ഈ അരി അടപ്പത്തിട്ട് തിളപ്പിച്ച് വാർക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതിൽ കംപ്ലീറ്റ് എസൻസ് ഊറ്റിക്കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയ ചണ്ടി തിന്നുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ തവിട് ഒട്ടും നമ്മുടെ ശരീരത്തിൽ വരുന്നില്ല. വീട്ടിലെ അടുക്കളയിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ നിരത്തുന്ന പലഹാരങ്ങൾ മുഴുവൻ ബേക്കറി സാധനങ്ങളാണ്, മുഴുവൻ മൈദയാണ്, അല്പം പോലും തവിടില്ലാത്ത. ഈ 5 കാരണങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. 6ാമത്തെ ഒരു കാരണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് മെനോപോസ്, ആർത്തവ വിരാമം. ഒരു 50-55 വയസ്സാകുമ്പോൾ മാസമുറ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന എക്സസീവ് സമയത്തുണ്ടാകുന്ന കാൽഷ്യത്തിന്റെ കുറവ്, കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാനോ അതിനെ അസിമുലേറ്റ് ചെയ്യാനോ ശരീരത്തിന് പറ്റാത്തൊരു സാഹചര്യം വരും. ആ സമയത്ത് വലിയ തേയ്മാനം ഉണ്ടാവും. പക്ഷെ മെയിൻലി 5 കാര്യങ്ങൾ, അതിൽ 80% പഞ്ചസാരയാണ്. ഇപ്പൊ നമ്മുടെ ന്യൂട്രിചാർട്ട് ബിജിയെ കുറിച്ചും വലിയ തേയ്മാനത്തെ കുറിച്ചും പറയുമ്പോൾ ആദ്യം ഒരു കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് യു ആർ ടു റെഡ്യൂസ് ഓർ യു ആർ ടു സ്റ്റോപ്പ്. തുടക്കത്തിൽ അവർ നിർത്താൻ ബുദ്ധിമുട്ടാവും, പക്ഷെ അവരോട് കുറയ്ക്കാൻ പറയാം, അവസാനം പതുക്കെ നിർത്താൻ പറയാം. അപ്പൊ മധുരത്തിന് പകരം എന്ത് ഉപയോഗിക്കാം? പഞ്ചസാരയ്ക്ക് പകരം ശർക്കര, കരിപ്പട്ടി, പനഞ്ചക്കര, പനങ്കൽക്കണ്ടം, തേൻ, എന്ത് വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. അപ്പോ ഈ ഒരു പ്രശ്നം, ഈ തേയ്മാനം വരാനുള്ള കാരണം മനസ്സിലാക്കിയിട്ട് ആ കാരണത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലുകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, ജോയിന്റുകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇപ്പൊ വളരെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്. ഈ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. മുട്ട് മടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് നിങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുന്നു, ഒരു കസേരയിൽ അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ നിങ്ങളെ ഇരുത്തി നിങ്ങളുടെ വീട്ടിലെ മക്കളോ കൊച്ചുമക്കളോ മരുമക്കളോ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തള്ളി കൊണ്ടുവന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ആലോചിക്കുമ്പോഴാണ് അതിന്റെ തീവ്രത അറിവ്. എന്തൊരു കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ തീവ്രത മനസ്സിലാക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോ മുട്ടിനുണ്ടാകുന്ന ഈ തേയ്മാനം മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എല്ലാ അസ്ഥികൾക്കും ഇത് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന മുട്ടിനാണ്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മളൊരു കസ്റ്റമർക്ക് ഇത് കൊടുക്കുമ്പോൾ സംതിങ് എക്സ്ട്രാ വി ഹാവ് ടു ഗിവ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കൂ, നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ എല്ല് തേയ്മാനം മാറും, നിങ്ങളുടെ മുട്ടുവേദന മാറും, ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ഓക്കെ ആവും എന്ന് പറയുന്നതിന് പകരം കുറച്ച് സംതിങ് എക്സ്ട്രാ ഇഫ് യു ഗീവ്, ആ കസ്റ്റമർ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നു മാത്രമല്ല അവർക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്.
നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി എന്തുകൊണ്ടാണ്? ഒരു വല കൊണ്ടാണ്. മെഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലക്കണ്ണികൾ. രണ്ട് ചിത്രങ്ങൾ, ഇടതുവശത്തുള്ള ചിത്രം ഉണ്ട്, വലതുവശത്തുള്ളതുണ്ട് അല്ലെ. ഒരു ചെറുപ്പക്കാരന്റെ എല്ലിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഏകദേശം ഇതേപോലെ ഇരിക്കും. വലതുവശം നോക്കൂ, അതെല്ലാം ആൾമോസ്റ്റ് ഇല്ലാതായിരിക്കും അല്ലെ. ഈ മെഷ്, ഈ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ ഈ മെഷ്, ഇതിന്റെ ബേസിക് കണ്ടന്റ് കാൽഷ്യം മെഗ്നീഷ്യം ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രായമാകുന്നവർ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോഷകങ്ങളുടെ അബ്സോർഷനും ആഗിരണവും അസിമുലേഷനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കമ്പാരിറ്റീവ്ലി കുറയും. അപ്പൊ എന്താ സംഭവിക്കുക? പതുക്കെ പതുക്കെ എല്ലുകൾ വീക്കാവും. അപ്പോ മാത്രമല്ല, ഈ എല്ലുകളുടെ ഇടയിലുള്ള കാർട്ടിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം തരുണാസ്ഥി എന്ന് പറയും. അത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എല്ല്. ഓക്കെ, ആസ് ദ കാർട്ടിലേജ് വെയേഴ്സ് ഓഫ്. അപ്പൊ കൂടുതൽ നമ്മൾ എക്സസീവ് ലോഡ് മുട്ടിനൊക്കെ കൊടുക്കുമ്പോൾ അവിടെ പെട്ടെന്ന് തേയ്മാനം വരും. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? എല്ലുകൾക്കിടയിലുള്ള ജോയിന്റുകളൊക്കെ പതുക്കെ പതുക്കെ ഉരയാൻ തുടങ്ങും. അവിടെ സ്റ്റിഫ്നെസ് ഉണ്ടാവും, അവിടെ വേദന ഉണ്ടാവും, അവിടെ നീർക്കണ്ടുണ്ടാവും. പിന്നെ അവസാനം മുട്ട് മടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഓക്കെ, ഇപ്പോ എന്താ സംഭവിക്കുന്നത്? മുട്ടുവേദന വരുന്നു, അവിടെ സ്റ്റിഫ്നെസ് വരുന്നു, കോണിപ്പടി അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഒക്കെ കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അപ്പോ പതുക്കെ പതുക്കെ ഇതിങ്ങനെ കൂടി വരും. ഒരു സ്റ്റേജ് വരുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റിനും കാര്യങ്ങളൊക്കെ വേണ്ടി പോണത്. ഓക്കെ, സോ സിംറ്റംസ് ഓഫ് നീ ജോയിന്റ് ഡാമേജ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെയാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്? അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാർട്ടിലേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കാർട്ടിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി തരുണാസ്ഥി. അപ്പോ രണ്ട് എല്ലുകളുണ്ട്. എല്ലാ എല്ലുകൾക്കിടയിലും രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റിന് പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനെ നമ്മൾ പറയുന്നതാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. അപ്പൊ ഈ ലോഡ് കൂടുന്ന സമയത്ത് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടാത്ത സമയത്ത് എന്തുണ്ടാവുന്നു? അത് പതുക്കെ പതുക്കെ ടിയർ ആവുന്നു, കീറിപ്പോകുന്നു. കണ്ടില്ലേ? ആ ചിത്രം ഒന്ന് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പതുക്കെ പതുക്കെ അത് തേഞ്ഞു പോകുന്നു. വീണ്ടും നമ്മുടെ ജോയിന്റുകൾ മൂവ്മെന്റ് വരുമ്പോൾ എന്തുണ്ടാവും? അത് തേഞ്ഞത് വീണ്ടും കേടുവരും അല്ലെ. കേടുവന്നത് വീണ്ടും കേടുവന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, അവിടെ കൂടുതൽ പ്രഷർ, പ്രത്യേകിച്ച് എക്സസീവ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിലേക്ക് എക്സസീവ് ആയിട്ടുള്ള പ്രഷർ വരുമ്പോൾ എന്തുണ്ടാവുന്നു? അത് ഒന്നുകൂടി ഡാമേജ് ആവുന്നു. രണ്ടാമത്തെ പ്രശ്നമാണ് റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി ഓഫ് വിസ്കോസിറ്റി ഓഫ് ജോയിന്റ് ഫ്ലൂയിഡ്. ഇത്രയേ ഉള്ളൂ. ആ ഒരു നീല കളറിൽ ഒരു ലിക്വിഡ് കാണുന്നുണ്ട്, അതിനെ നമ്മൾ പറയുന്നതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ എല്ലുകൾക്കിടയിൽ, രണ്ട് ജോയിന്റുകൾക്കിടയിൽ തരുണാസ്ഥികളുണ്ട്. അവയെ തമ്മിൽ വേർതിരിക്കുന്ന ഒന്നാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ കട്ടി കുറയുകയോ അതിന്റെ ക്വാളിറ്റി കുറയുകയോ അതിന്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ എല്ലുകൾ തമ്മിൽ അടുക്കാൻ തുടങ്ങും, ആ ജോയിന്റുകൾ തമ്മിൽ ഉരയാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ ആ ലിക്വിഡിന്റെ അളവ് കുറഞ്ഞു. റൈറ്റ് സൈഡിലെ ചിത്രം നിങ്ങൾ നോക്കുക, റെഡ്യൂസ് ക്വാണ്ടിറ്റി ഓഫ് ലൂബ്രിക്കേഷൻ ഓഫ് ജോയിന്റ് ഫ്ലൂയിഡ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒന്നുകൂടി ഡാമേജ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയിൽ പ്രോപ്പറായിട്ട് ഓയിൽ ഒഴിച്ചില്ലെങ്കിലോ വണ്ടി ഓടും, പിന്നെ ഒരു സ്റ്റേജ് വരുമ്പോൾ എഞ്ചിൻ സീസ് ആവും, നിന്നു പോകും. ആ ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്തുണ്ടാവുന്നു? ജോയിന്റ് പെയിൻ ഉണ്ടാവും. മൂന്നാമത്തെ കേസ് എന്താ സംഭവിക്കുന്നത്? ഈ ലിക്വിഡ് കുറഞ്ഞു വന്ന അവസാനം ലിക്വിഡ് ഇല്ലാത്തൊരവസ്ഥ വരും. ഇല്ലാത്ത അവസ്ഥ വരുമ്പോ അവ തമ്മിൽ അല്ലെ, അവിടെ ലൂബ്രിക്കേഷൻ എന്നൊരു കാര്യം നടക്കുന്നില്ല. അപ്പൊ അവിടെ വിയർ ആൻഡ് ടയർ ഉണ്ടാവും, കാർട്ടിലേജ്, തരുണാസ്ഥികൾ, അവിടെ തേയ്മാനം നടക്കുന്നു, അവിടെ ജോയിന്റ് കുറയുന്നു, അവിടെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഘർഷണം കൊണ്ട്, ഫ്രിക്ഷൻ കൊണ്ട് അല്ലെ, രണ്ടെണ്ണം അങ്ങനെ ഉറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. ആൻഡ് ഡാമേജ് ഈച്ച് അതർ ആൻഡ് വി ഗെറ്റ് ലോട്ട് ഓഫ് പെയിൻ. ഇതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തത് എന്താണ്? എല്ലുകളുടെ ഡെൻസിറ്റി കുറയാൻ അല്ലെ. ഡെൻസിറ്റി കുറയാണ് അവിടെ ചെയ്യുന്നത്, റിഡക്ഷൻ ഓഫ് ബോൺ ഡെൻസിറ്റി. അപ്പോ എല്ലുകള് കട്ടി കുറയുന്ന ഒരു സാഹചര്യം വരുന്നത് എന്താ സംഭവിക്കുന്നത്? അപ്പോ എല്ലുകളിൽ ഉരയുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോവും. ഇപ്പൊ നമ്മള് പണ്ട് സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ എല്ലിന്റെ ക്രോസ് സെക്ഷന്റെ ചിത്രം കാണാം. മെഷുകൾ വളരെ ക്ലോസ് ആയിരിക്കും അല്ലെ, നെറ്റ് പോലെ കാണുന്നത് വളരെ ക്ലോസ് ആയിരിക്കും. എന്നാൽ എല്ല് തേയ്മാനം വന്ന ഒരാളുടെ എല്ലിന്റെ ആ ക്രോസ് സെക്ഷൻ അതിങ്ങനെ വളരെ ലൂസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയൊക്കെ ഓരോ ചെറിയ ഭാഗങ്ങൾ മാത്രമുണ്ട്, മറ്റെല്ലാം ഉള്ളു കൊള്ളയാണ്. അപ്പോ ഡെൻസിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് നീ ജോയിന്റ് ബോൺസ് ഗെറ്റ്സ് റെഡ്യൂസ്. സോ അപ്പോ ജോയിന്റുകൾ വീക്കാവും, അവ ഉരയുന്നു, അവിടുത്തെ ഗ്യാപ്പ് കുറയുന്നു, അവിടെ ഫ്രിക്ഷൻ കൂടുന്നു, അത് പൊട്ടുന്നു, സിവിയർ ആയിട്ടുള്ള പെയിൻ വരുന്നു. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? അവർക്ക് സിവിയർ ആയിട്ടുള്ള ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നു, നീ പെയിൻ ഉണ്ടാകുന്നു. മെയിൻലി നമ്മൾ സംസാരിക്കുന്നത് നീ പെയിനെ കുറിച്ചാണ്. ഇനി നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സ്റ്റെയർ കേസ് കയറുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റിന്റെ 3 മുതൽ 5 മടങ്ങാണ് മുട്ടിൽ എഫക്റ്റ് ആവുന്നത്. അത് പലർക്കും അറിയില്ല.
എന്തുകൊണ്ട് കോണിപ്പടി നടക്കാൻ നമുക്ക് പിന്നെയും പറ്റും, പക്ഷെ കോണിപ്പടി തീരെ കയറാൻ പറ്റില്ല. അതിന്റെ കാരണം നമ്മുടെ ശരീരഭാരത്തിന്റെ 3 മുതൽ 5 മടങ്ങ്. അപ്പൊ 60 കിലോ തൂക്കമുള്ള ഒരാൾ ഒരു കോണിപ്പടി കയറുമ്പോൾ മിനിമം ആ മുട്ടിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് 150 കിലോ ആണ്. വൈ? അവിടെ ആന്റി ഗ്രാവിറ്റി എക്സസൈസ് ആണ്, അല്ലെ? നമ്മൾ മേലോട്ടാണ് കയറുന്നത്. അപ്പൊ അത്രയും ഭൂഗുരുത്വാകർഷണം കൊണ്ട്, ഗ്രാവിറ്റി കൊണ്ട് അത്രയും ലോഡ് താഴോട്ട് വരുന്നു. അപ്പൊ മുട്ടിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയോ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഓവർ വെയിറ്റ് വരുമ്പോൾ. കാരണം മുട്ട് ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ മുട്ടിന് താങ്ങാൻ പറ്റാത്ത ഭാരം മേലേന്ന് വരുമ്പോൾ, ഓവർ വെയിറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ മുട്ടിന് എന്ത് കൊടുത്താലും അവിടെ ഒന്നും വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല. പല ആളുകൾക്കും എല്ലിന്റെ തൂക്കം കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർ ഹൈ ഒബീസിറ്റി ആകുമ്പോൾ എന്തുണ്ടാവുന്നു? മുട്ടുവേദന ഉണ്ടാവുന്നു. സത്യത്തിൽ അവർക്ക് BJ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കൊടുക്കേണ്ടത് SNF ആണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം മേൽക്കൂരയ്ക്ക് ചുമരിന് താങ്ങാൻ പറ്റാത്ത ഭാരം മേൽക്കൂരയ്ക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ചുമര് പതുക്കെ പതുക്കെ താഴോട്ടിരിക്കും. ഇതാണ് ഇവിടെ വരുന്നത്. ഓവർ വെയിറ്റ്, ഒബീസിറ്റി, അത് വരുമ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായി. മെഷീനൊന്നും നോക്കണ്ട, ഒരാളുടെ ഹൈറ്റ് നോക്കുക. ഏകദേശം ഒരു കണക്കാണ്. ഇപ്പൊ 155 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരാളുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ 55 എടുക്കുക. അതായിരിക്കണം അദ്ദേഹത്തിന്റെ ഏകദേശ വെയിറ്റ്. അതിനൊരു 2 അപ്പുറത്തും പോവാം, 2 ഇപ്പുറത്തും പോവാം. ഓക്കെ. അപ്പൊ ഏകദേശം ഒരാളുടെ ഹൈറ്റ് നോക്കിയപ്പോ നമുക്ക് കാണാതെ തന്നെ ഒരാളുടെ വെയിറ്റ്, ആൾ ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ചില വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ജോയിന്റ് ഡാമേജ് വരാനും ജോയിന്റ് പെയിൻ വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ അബ്സോർപ്ഷൻ റേറ്റ് കുറയും. ഏതൊക്കെ പോഷകങ്ങൾ കൊടുത്താലും ശരീരത്തിൽ അതിനെ സ്വീകരിക്കാനോ ദഹിപ്പിക്കാനോ ആഗിരണം ചെയ്യാനോ സ്വാംശീകരിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്നതാണ് അത്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എളുപ്പത്തിൽ ഒരു ഡോക്ടറെ കാണും. ഇനിഷ്യലി അവർ മരുന്നുകൾ തരും. എന്ത് മരുന്നാ തരിക? വേദനാ സംഹാരികൾ. തൽക്കാലത്തേക്ക് ആശ്വാസം ഉണ്ടാവും, പക്ഷെ വേദനാ സംഹാരിയുടെ പെയിൻ കില്ലറിന്റെ എഫക്റ്റ് കുറയുന്ന സമയത്ത് വീണ്ടും വേദന വരും. ഈ കഴിക്കുന്ന വേദനാ സംഹാരികൾ മറ്റു പല പ്രശ്നങ്ങളും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി സിവിയർ കേസ് വരുമ്പോൾ വേറെ ആൾട്ടർനേറ്റ് ഒന്നുമില്ല. നമ്മളൊരു ഡോക്ടറെ കാണുന്നു, സർജനെ കാണുന്നു. അദ്ദേഹം സജഷൻ എന്താ തരിക? നമുക്ക് മുട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മുട്ട് മാറ്റി വയ്ക്കുക, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. അതിന് മൂലമുണ്ടാകുന്ന പ്രശ്നം എന്താണ്? റീപ്ലേസ്മെന്റ് ഓഫ് സർജറി ബൈ റിഡ്യൂസിങ് ബോഡി വെയിറ്റ് ആൻഡ് വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ. അപ്പോ ഈ സർജറി നമുക്ക് ഒഴിവാക്കാൻ ശരിയായ പോഷകങ്ങൾ കൊടുത്ത് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ആ പ്രശ്നത്തെ ഇല്ലാതാക്കുന്ന സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ രോഗാവസ്ഥ വന്ന ഒരാൾക്ക് നമുക്ക് അതിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും, പക്ഷെ വരാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സർജറി വളരെ വേദനാജനകമാണ്. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ദർ ഇസ് നോ ഗ്യാരണ്ടി. ഇനി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്താൽ അത് സക്സസ് ആവുന്നതിന് ഉറപ്പില്ല. പൊതുവെ ഡോക്ടർമാർ അതിന് പോകാറില്ല. ഓക്കെ, കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ, നമുക്ക് മുട്ട് മാറ്റി വയ്ക്കാം. ഇപ്പൊ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന മട്ടിൽ ഈ അടുത്തൊരു ഹോസ്പിറ്റലിന്റെ പരസ്യം ഞാൻ കണ്ടു. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ എന്നിട്ട് അത് മോദി സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു മുട്ടിന് ഓപ്പറേഷൻ നടത്തിയാൽ മറ്റേ മുട്ടും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്നുള്ളത് വളരെ രസകരമാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത് ചെയ്താലുള്ള പ്രശ്നം. ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. 15 ലക്ഷം 2 മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കാൻ വേണ്ടി ചെലവാക്കിയ ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഫ്രീ ആയിരുന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നെന്താ? ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും നിങ്ങള് വേദന നിങ്ങൾ തന്നെ സഹിക്കണം. ഇൻഷുറൻസ് കമ്പനി വേദന സഹിക്കില്ല, അല്ലെ? അപ്പോ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. വളരെ ഉണ്ട്. 2 ലക്ഷത്തിന് ചെയ്യുന്നവരുണ്ട്, 3. പക്ഷെ 15 ലക്ഷത്തിന് 2 മുട്ടിന്റെ ചിരട്ട മാറ്റി വെച്ച് ഇപ്പൊ നടക്കാൻ പറ്റാതെ ബെഡ് റിഡൺ ആയ ഒരു പേഷ്യന്റ് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മാത്രമല്ല ഇത് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി രണ്ടാമത് ചെയ്യില്ല. കാരണം ചെയ്താൽ റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരേ സ്ഥലത്താണ് ചെയ്യുന്നത്. ഇനി ചെയ്താൽ തന്നെയും നമ്മുടെ ബോഡിക്ക് അതേ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ട് ഒരു പാർട്ട് അവിടെ വെച്ച് പിടിപ്പിക്കണം. പല മെറ്റീരിയൽ ആയിരിക്കും, സ്റ്റീലോ അല്ലെങ്കിൽ പ്ലാറ്റിനോ, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഇപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ഒട്ടും നടക്കാൻ പറ്റാത്തവരുള്ള ഏന്തി വലിഞ്ഞ് നടക്കുന്ന ആളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോ ആരോഗ്യമുള്ള ഒരു ജോയിന്റ്, ഹെൽത്തി ബോൺസ്, ജോയിന്റ്സ് ആൻഡ് മസിൽസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആക്റ്റീവ് ലൈഫ് ഉണ്ടാവുള്ളൂ. ഇതിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാലോ? അല്ല, അവിടെ ആക്റ്റീവ് ലൈഫ് ഇല്ല.
അതുണ്ടെങ്കിൽ എന്തുണ്ടാവും? സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി അതുപോലെ ഫ്ലെക്സിബിലിറ്റി ടു അവർ ബോഡി. ഇതുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർട്ട് BJ. ഫ്രീഡം വിത്ത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഹെൽത്തി ഡയറ്റ് ആൻഡ് ഹെൽത്തി ബോഡി വെയ്റ്റ്സ്. എല്ലാം വേണം. അല്ലാണ്ട് ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ല് മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല. മസിൽ വീക്ക് ആണെങ്കിൽ കഴിഞ്ഞു. അപ്പൊ അതിന് പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നത്? ഈ ഒരു പോയിന്റ് നിങ്ങൾ ശരിക്കും ഒന്ന് ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എല്ലുകൾക്ക് ബലം കൊടുക്കുന്നു, വേദന ശമിപ്പിക്കുന്നു, തേയ്മാനത്തെ ഇല്ലാതാക്കുന്നു. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് കറക്റ്റ് ന്യൂട്രീഷൻ. എല്ലാ ശരിയായ പോഷകം അവിടേക്ക് കൊടുത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇതിൽ കുറെ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിലും ബേസിക്കലി ഈ 4 കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഇറ്റ്സ് എ ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ്. ക്ലിനിക്കലി പ്രൂവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേഷ്യൻസിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പേഷ്യൻസ് അറിഞ്ഞോ അറിയാതെയോ കൊടുത്ത് അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ റെക്കോർഡ് ചെയ്ത് അതിനെ വിശദമായി പഠിച്ച് അവർ തന്നെ സർട്ടിഫൈ ചെയ്യുന്നതാണ് ക്ലിനിക്കലി പ്രൂവൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം അവർ പ്രൊഡക്റ്റ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ക്ലിനിക്കലി പ്രൂവൺ. ഇതുമൂലം കിട്ടിയ എന്തൊക്കെയാണ് പറയുന്നത്? നീ ജോയിന്റ് ഹെൽത്ത് ഇംപ്രൂവ് ആയി, സ്റ്റിഫ്നെസ് അതായത് ഫ്രീ മൂവ്മെന്റ് കിട്ടാനുള്ള അതാണ് സ്റ്റിഫ്നെസ് വെച്ച് കഴിഞ്ഞാൽ അല്പം മൂവ്മെന്റിന് റെസ്ട്രിക്ഷൻ വരുന്നത്. അത് സ്റ്റിഫ്നെസ് കുറഞ്ഞു, അതുപോലെ എല്ലുകൾക്ക് ബലം വെച്ചു. 3 കാര്യങ്ങളാണ് ക്ലിനിക്കലി പ്രൂവൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുമൂലം കിട്ടിയ ബെനിഫിറ്റ് എന്താണ്? 87%. ഈ ഒരു നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ഒരു വ്യക്തി കൃത്യമായിട്ട് കഴിച്ച് കൃത്യമായ നിർദ്ദേശത്തോടെ കഴിച്ചാൽ അയാൾക്ക് 87% വരെ റിസൾട്ട് കിട്ടിയതായിട്ട് ഈ റെക്കോർഡ് പറയുന്നു. എനിക്ക് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 90-95% വരെ ആരൊക്കെയാണോ കൃത്യമായിട്ട് ചെയ്തത്. 1 മാസം കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനൊരു കോഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ റിസൾട്ട് കിട്ടുന്നത്. 87%. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ്? ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഈ ഗ്ലൂക്കോസാമിൻ എന്നൊരു വാക്ക് നമ്മൾ പൊതുവെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് എല്ലുമായി ബന്ധപ്പെട്ട് പലരും കുറച്ച് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആളുകൾ പറയാറുണ്ട്. ഗ്ലൂക്കോസാമിൻ 2 തരത്തിലുണ്ട്. ഒന്ന് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ്, മറ്റൊന്ന് ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ്. സാധാരണ നമുക്ക് കിട്ടുന്ന ഫുഡ് സപ്ലിമെന്റ്സിൽ പരസ്യത്തിലൊക്കെ വരുന്ന ധാരാളം കേസുകളിൽ മെയിൻ കണ്ടന്റ് എല്ലുകൾക്ക് ബലം കൊടുക്കാനും അതിന്റെ ദൃഢത കൂട്ടാനും ജോയിന്റ് പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നത് ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ് ആണ്. അത് 74% നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ന്യൂട്രിചാർട്ട് BJയിൽ അത് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ദാറ്റ് ഈസ് 99% പ്യുവർ, മീൻസ് 99% അത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ 74% റിസൾട്ട് കിട്ടുന്ന അതേ സ്ഥാനത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ 99% ബെനിഫിറ്റ് കിട്ടും. ഗ്ലൂക്കോസാമിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. കാർട്ടിലേജ് കോംപ്ലക്സ്, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയെ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ നിർമ്മിക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, പിന്നെയോ ഇൻഡ്യൂസസ് ഫോർമേഷൻ ഓഫ് കൊളാജൻ. നമുക്കറിയാം എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീന്റെ പേരാണ് കൊളാജൻ, an important protein that binds bones and joints. അപ്പോൾ ലോ കൊളാജൻ ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. അതിൽ ആ നാരുകളെല്ലാം, ആ മെഷുകൾ, വലക്കണ്ണികളെല്ലാം കനം കുറവാണ്. റൈറ്റ് സൈഡിലുള്ളത് അതിന് കനം കൂടുതലാണ്. അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതിന് സഹായിക്കുന്നതാണ് ഗ്ലൂക്കോസാമിൻ HCl. അതുപോലെ തന്നെ കാർട്ടിലേജിന്റെ ഡാമേജ് ആൻഡ് റിപ്പയർ മെയിൻ്റെനൻസിനൊക്കെ സഹായിക്കാനും എല്ലുകൾക്ക് ബലം കൂട്ടാനും ഇത് സഹായിക്കും. ഒരു ഫുഡ് സപ്ലിമെന്റിൽ ഒരു ഘടകത്തിന് പല ഗുണങ്ങളുണ്ട്. ഓക്കെ, മാത്രമല്ല ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ സ്ട്രെങ്ത് കൂട്ടാനും അത് സഹായിക്കും. പിന്നെ സ്വെല്ലിങ്, ജോയിന്റുകൾ നീര് വരുന്നു, സ്റ്റിഫ്നെസ് വരുന്നു, പെയിൻ വരുന്നു, അതിനൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. തീർന്നില്ല. ഹെൽപ്ഫുൾ ഇൻ പ്രൊട്ടക്ടിങ് കാർട്ടിലേജ് ഡാമേജ് ബൈ മെയിൻറ്റെയിനിങ് സ്മൂത്ത്നെസ് ഇൻ ജോയിന്റ്സ് ആൻഡ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ആ ജോയിന്റുകളുടെ സ്മൂത്ത്നെസ് കൂട്ടിയിട്ട് അതിനെ നോർമൽ ലെവലിൽ നിലനിർത്താൻ സഹായിക്കും. മാത്രമല്ല അതൊരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകമാണ്. ഈ എവിടെ രോഗം വരുന്നത്? മുട്ടിന്റെ ഭാഗത്ത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനും അതിന്റെ എഫക്റ്റ് കുറയ്ക്കാനും ജോയിന്റുകളുടെ ഡിസ്കംഫർട്ടിനെ കുറയ്ക്കാനും അത് സഹായിക്കും. പിന്നെയുള്ളതാണ് MSM. എന്താണ് MSM? മീഥൈൽ സൾഫോണിൽ മീഥൈൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. പല പർപ്പസ് ഉണ്ട് അതിന്. ബേസിക് പർപ്പസ് ജോയിന്റുകളെ വളരെ ഹെൽത്തി ആക്കി നിലനിർത്തും. അതുപോലെ ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ജോയിന്റ് ഫ്ലൂയിഡിന്റെയും കാർട്ടിലേജിന്റെയും ഡാമേജിനെ കുറയ്ക്കാൻ സഹായിക്കും MSM. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ K27. അതായത് വൈറ്റമിൻ കെയുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ബയോ അവൈലബിൾ ആയിട്ട് ഒരു ഫോമാണ്. ഏറ്റവും കൂടുതൽ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റമിൻ K27. അതെന്താ ചെയ്യുന്നത്? എല്ലുകളിലേക്ക് കൊടുക്കുന്ന കാൽഷ്യത്തിനെ അവിടെ നിലനിർത്താൻ അത് സഹായിക്കും.
മാത്രമല്ല എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്നു. മിനറൽസ്, കാൽഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള മിനറലുകളെ എല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്ത് ആ എല്ലുകൾക്ക്, മസിലുകൾക്ക്, ജോയിന്റുകൾക്ക് സ്ട്രെങ്ത് കൂട്ടാനും ഇത് സഹായിക്കും. പിന്നെ ബോൺ ലോസ്. ബോൺ ലോസ് എല്ലുകൾക്ക് വരുന്ന തേയ്മാനത്തെ കുറയ്ക്കുന്നു. അതുപോലെ പ്രിവെന്റിംഗ് ഡാമേജ് ഡ്യൂ ടു നീ ജോയിന്റ് ആൻഡ് കാർട്ടിലേജ് ഡാമേജ്. ഇതെല്ലാം ബേസിക്കലി ഇതെല്ലാം ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ഒരു കണ്ടന്റ് ആണ് ബോസ്ഫീലിയ. ബോസ്ഫീലിയ ഒരു ചെടി, അതെന്താ ചെയ്യുന്നത്? ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അതുകൊണ്ടാണ് ന്യൂട്രിചാർട്ട് BJ കഴിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ വേദനകളൊക്കെ മാറി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ബോസ്ഫീലിയ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ്. ഒരു ചെടിയാണ് അതിന്റെ എക്സ്ട്രാക്ട്. മാത്രമല്ല ജോയിന്റ് കാർട്ടിലേജ് വരുന്ന ഡാമേജിനെ കുറയ്ക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ലെവൽസ് ഓഫ് എൻസൈം ദാറ്റ് കോസ് ഡാമേജ് ടു കാർട്ടിലേജ്. അതായത് ചില എൻസൈമുകളുണ്ട്, രാസാഗ്നികളുണ്ട് ഈ കാർട്ടിലേജിന് ഡാമേജ് വരുന്നത്, അതിന്റെ അളവിനെ കുറയ്ക്കാനും ഇത് സഹായിക്കും. പിന്നെയുള്ളതാണ് ബ്രോംലൈൻ. ബ്രോംലൈൻ എടുക്കുന്നത് പൈനാപ്പിളിൽ നിന്നാണ്. ഈ പൈനാപ്പിളിൽ നിന്ന് എടുക്കുന്ന ബ്രോംലൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആന്റി ഇൻഫ്ലമേറ്ററി എൻസൈം ആൻഡ് ഈസ് യൂസ്ഫുൾ ഇൻ റെഡ്യൂസിങ് ജോയിന്റ് പ്രോബ്ലം. ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പൈനാപ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരു എൻസൈമാണ് വേദന, മുട്ടുവേദന ശരിക്കും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇൻ മാംഗനീസ് ആക്ടിവേറ്റ്സ് വേരിയസ് എൻസൈംസ് ആൻഡ് അലോങ് വിത്ത് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ഹെൽത്തി ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ആരോഗ്യകരമായ എല്ലുകൾ അതുപോലെ കാർട്ടിലേജിനെ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? മാംഗനീസ്. എല്ലിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രൊട്ടക്ട് ജോയിന്റ്സ് ഫ്രം ഡാമേജ് ഡ്യൂറിങ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നു. ഹെൽപ്ഫുൾ ഇനി ബോറോൺ, ഹെൽപ്ഫുൾ സ്ട്രെങ്തനിങ്. എല്ലുകളുടെ ബലം കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് ബോറോൺ. തരുന്നില്ല. ബോറോൺ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബോൺ മെറ്റാബോളിസം അലോങ് വിത്ത് കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. അപ്പൊ അതിന്റെ മെറ്റാബോളിസം സ്ട്രോങ് ആക്കാൻ, എല്ലുകളുടെ മെറ്റാബോളിസം സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കോപ്പർ. ബോറോൺ, കോപ്പർ ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് എസെൻഷ്യൽ പ്രോട്ടീൻ. അതായത് എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നിർമ്മിക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ കാർട്ടിലേജ് ഓഫ് ജോയിന്റ്സ് ആൻഡ് ഇൻ ബോൺസ്. പിന്നെയുള്ളതാണ് മിൽക്ക് കാൽഷ്യം. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ധാരാളം പാല് കുടിക്കാറുണ്ട് അല്ലെ. കൊച്ചു കുട്ടികളൊക്കെ ധാരാളം പാല്, നല്ല നാട്ടിൻപുറത്ത് നല്ല പുല്ലും വൈക്കോലും തിന്ന് കഴിയുന്ന പശുവിൻ പാല്, അത് കുട്ടികൾ കുടിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കിട്ടുന്ന പാലിന്റെ ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടാണ് അവർ കുടിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന മിൽക്ക് കാൽഷ്യം കിട്ടും. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മുതിർന്ന ആളുകൾ അത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ട് കാൽഷ്യം നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് മിൽക്ക് കാൽഷ്യം. That goes well and helps in providing more calcium to the body. എല്ലുകളെയും മസിലുകളെയും സ്ട്രോങ് ആക്കാൻ, എല്ലിന് മാത്രമല്ല മസിലുകൾക്കും അത് വളരെ ഗുണം ചെയ്യാൻ, സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി ബോഡിക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കും. റോസിപ്പ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പഴമാണ്. സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഈ ഒരു പഴത്തിന്റെ പ്രത്യേകത, അതൊരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും പോലെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇറ്റ് ഈസ് നോൺ ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് ആൻഡ് പ്രിവെന്റ് ജോയിന്റ് ഡാമേജ്. ജോയിന്റുകൾക്ക് വരുന്ന ഡാമേജിനെ കുറയ്ക്കുന്നു. എങ്ങനെ? ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറച്ചുകൊണ്ട്. ഇനി റോസിപ്പ് എക്സ്ട്രാക്ട് ഇറ്റ് റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഹാർംഫുൾ എൻസൈം ദാറ്റ് ഡാമേജ് കാർട്ടിലേജ്. കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാക്കുന്ന ദോഷകരമായ രാസാഗ്നികളെ ഇല്ലാതാക്കാൻ, അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കും. തീർന്നില്ല. ഹെൽപ്സ് ടു പ്രൊട്ടക്ട് കാർട്ടിലേജ് ഓഫ് നീ ജോയിന്റ്സ്. Then helps in reducing pain and stiffness. ഇതെല്ലാം റിപ്പീറ്റേഷൻ ആണ്. ഞാൻ പറഞ്ഞു ഒരു കണ്ടന്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഉള്ളപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. റോസിപ്പ് എക്സ്ട്രാക്ട് ഹെൽപ്സ് റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. ഇനൂലിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അതിലുണ്ട്. ഇത് അല്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്രീബയോട്ടിക് എലമെന്റ് ഇംപ്രൂവ്സ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. ദഹനം നന്നാക്കും. അതൊരു പ്രീബയോട്ടിക് ആണ്, അതൊരു ഫൈബർ ആണ്, അത് ചിക്കറിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഉള്ളത് കൊണ്ട് തന്നെ ന്യൂട്രിചാർട്ട് BJ കഴിക്കുന്ന ഒരാൾക്ക് തുടക്കത്തിൽ ചെറുതായിട്ട് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് 2-3 തവണ പോകുന്ന, വയറൊന്ന് അളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് വ്യക്തിയോട് പറയണം. പ്രത്യേകിച്ച് ഹൈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിരിക്കും. വയറിലൊരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജൽജീര കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അഡ്വാൻസ് ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് വെറുതെ ഒരു ന്യൂട്രിചാർട്ട് BJ കൊടുത്ത് അവർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. സോ ഇത് എടുക്കുന്നത് ഇനൂലിൻ ഫൈബർ, പ്രീബയോട്ടിക്, ഇംപ്രൂവ്സ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യവും മഗ്നീഷ്യത്തിന്റെ ഒക്കെ ആഗിരണം കൂട്ടാൻ ഈ ഇനൂലിൻ സഹായിക്കും.
അതിന് ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇത് നമ്മുടെ ദഹനം നന്നാക്കും. aids in absorption of calcium in the body, helps in increasing deposition of minerals in the bones. എല്ലുകൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പോഷകങ്ങളെ, മിനറൽസിനെ എല്ലുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിക്കാനും ഇത് സഹായിക്കും. ദെൻ ഈ ചിത്രം ശരിക്കും നിങ്ങളൊന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് ബോൺ ലോസ്. നമ്മുടെ വഴിവെക്കലൊക്കെ ഈ അറവുശാലകളിൽ നിന്ന് പട്ടികൾ കടിച്ചു കൊണ്ടുവരുന്ന എല്ലുകളൊക്കെ വഴിവെക്കൽ കിടക്കണതാണ്. കുറെ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ദ്രവിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഇതാണ് ശരിക്കും ബോൺ ലോസ്. എല്ലുകൾ ശരിക്കും തേഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ആണ് നമ്മളിവിടെ പറയുന്നത്. അതിന്റെ റീസൺ ആണ് പറയുന്നത്. അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. പിന്നെയുള്ളതാണ് മെഗ്നീഷ്യം. നമ്മുടെ ശരീരത്തിലെ മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മിനറലാണ് അത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിനറൽസ് ഇൻ ദ ബോൺസ്. നമ്മുടെ ശരീരത്തിലെ മെഗ്നീഷ്യത്തിന്റെ 50% എല്ലിലാണ് ഉള്ളത്. എല്ലുകൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എല്ലുകൾക്ക് മാത്രമല്ല, മസിലിനും വളരെ അത്യാവശ്യമാണ്. ഇനി കുറച്ച് പ്രായം ചെന്ന ആളുകൾക്ക് മെഗ്നീഷ്യം ബോഡിയിൽ എത്താൻ വേണ്ടത്ര ലെവൽ പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാലും ബോഡി അതിനെ വേണ്ടത്ര ലെവൽ അത് സ്വീകരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? therefore with age and lack of magnesium, bone becomes weak and brittle. അപ്പൊ പ്രായം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? അവരുടെ ശരീരത്തിലെ മെഗ്നീഷ്യത്തിന്റെ അളവും കുറയുന്നു, എല്ലുകൾ വീക്കാവുന്നു, അതുപോലെ ബ്രിറ്റിലാവുന്നു. ബ്രിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുമ്പുറത്ത് വീടുകളിലൊക്കെ പറമ്പിലോ പാടത്തോ ഒക്കെ പണിയുന്ന ആളുകൾ മരത്തിൽ കയറി മരത്തിന്റെ മേലെ നിന്ന് തല കിഴക്കാൻ തൂക്കായിട്ട് താഴെ വീണാലും എല്ല് പൊട്ടാറില്ല. ഇന്ന് നമ്മൾ ബാത്റൂമിൽ വെച്ച് ഉറക്കെ തുമ്മിയാൽ വാരിയെല്ല് പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം ഈ മിനറൽസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇതെന്താ ചെയ്യുന്നത്? മെഗ്നീഷ്യം എന്താണ് ചെയ്യുന്നത്? ഇത് എല്ലുകൾക്ക് ബലം കൊടുക്കുന്നു. ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ബോൺ മിനറൽ ഡെൻസിറ്റി. BMD എന്ന് പറയും. ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടാൻ അത് സഹായിക്കുന്നു. ഇവിടെയുള്ള ന്യൂട്രിചാർട്ട് BJ ഇത് കാറ്റഗറി വൈസ് കൊടുത്തിരിക്കുകയാണ്. എല്ലുകളെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെയാ പറ്റുന്നത്? മിൽക്ക് കാൽഷ്യം, വൈറ്റമിൻ K27, ഇനൂലിൻ, വൈറ്റമിൻ D, മെഗ്നീഷ്യം. അതുപോലെ കാർട്ടിലേജ്, തരുണാസ്ഥികളുടെ മെയിൻ്റെനൻസിന്, അതിന്റെ റിപ്പയറിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസാമിൻ, HCl, റോസിപ്പ്, ബോസ്ഫീലിയ, വൈറ്റമിൻ K27. അതുപോലെ തന്നെ ജോയിന്റ് ഫ്ലൂയിഡിനെ നിലനിർത്താൻ സഹായിക്കുന്നത് ഗ്ലൂക്കോസാമിൻ, HCl, ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് MSM. എന്തുകൊണ്ടാണ് ഇത് സാധാരണ ഒരു ഗുളിക രൂപത്തിലല്ലേ വരുന്നത്? എന്തുകൊണ്ടാണ് അത് സാഷയും അതുപോലെ തന്നെ ഗുളികയായിട്ട് വന്നേക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് 30 പാക്കറ്റ് 10 ഗ്രാം തൂക്കമുള്ള 30 സാഷയും 15 ഗുളികകൾ വീതമുള്ള 2 സ്ട്രിപ്പുമായിട്ടാണ് അത് വരുന്നത്. അതൊരു കോംബോ പാക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട മിനറൽസ്, ന്യൂട്രിയൻസ് കൂടുതൽ അളവിൽ വേണം. അത് ഗുളിക രൂപത്തിലാക്കിയ ഗുളിക നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ അളവിൽ വേണ്ടത് എന്തിൽ ചേർത്തിരിക്കുന്നു? ആ സാഷയിൽ ചേർത്തിരിക്കുന്നു. കുറഞ്ഞ അളവിൽ വേണ്ടത് ആ ഗുളിക രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. ലാർജ് എമൗണ്ട് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഹാവ് ബീൻ ആഡഡ് ടു ദ സാഷെ ഇൻ പൗഡർ ഫോം. അതിലെന്തൊക്കെയാണ്? മിൽക്ക് കാൽഷ്യം, മെഗ്നീഷ്യം, ഇനൂലിൻ, റോസിപ്പ് എക്സ്ട്രാക്ട്, വൈറ്റമിൻ D. ഇത് കൂടുതൽ അളവിൽ വേണ്ടതാണ്. അത് സാഷെ രൂപത്തിലാണ്. ഇനി ഗുളിക രൂപത്തിൽ അത് ചെറിയ അളവിൽ വേണ്ടത്. ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ടു ദ ടാബ്ലറ്റ്സ്. അതിലെന്തൊക്കെയുള്ളത്? ഗ്ലൂക്കോസാമിൻ, HCl, MSM, വൈറ്റമിൻ K27, വൈറ്റമിൻ D, ബോസ്ഫീലിയ, ബ്രോംലൈൻ, മാംഗനീസ്, കോപ്പർ ആൻഡ് ബോറോൺ. ആരൊക്കെയാണ് അത് കഴിക്കേണ്ടത്? ആർക്കൊക്കെയാണ് ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ, അവർക്കൊക്കെ കഴിക്കാം. പലരും ചോദിക്കാറുണ്ട്, ന്യൂട്രിചാർട്ട് BJ ബോൺ ആൻഡ് ജോയിന്റ്, മുട്ടുവേദനയ്ക്കാണല്ലോ പൊതുവെ കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെ മുട്ടിലേക്ക് മാത്രം കൊണ്ടുപോകണമെന്നൊരു നിയമമില്ല. ശരീരത്തിന് കുറച്ച് നിയമമുണ്ട്. ശരീരത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ബ്ലഡിൽ അത് കലരും. അത് എവിടെയൊക്കെ ചെല്ലുന്നോ, ഏതൊക്കെ അവയവങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി വലിച്ചെടുക്കും. ഈ ശരീരം വലിയൊരു മഹാത്ഭുതമാണ്. അതിന്റെ പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തള്ളും, അല്ലെ? അപ്പോ ആർക്കൊക്കെ കൊടുക്കാം? ആർക്കൊക്കെ എല്ലുകൾക്ക് പ്രശ്നമുണ്ട് അവർക്ക്. ബാക്ക് പെയിൻ കൊടുത്തവരൊക്കെ ബാക്ക് പെയിൻ 100% മാറിയ കേസുകളുണ്ട്. തുടക്കത്തിൽ നമ്മളിത് പ്രൊമോട്ട് ചെയ്തിരുന്നത് മുട്ടുവേദനയ്ക്ക് മാത്രമല്ല. കാരണം ഏറ്റവും കൂടുതൽ വേദന വരുന്നത് മുട്ടിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് മുട്ടിലാണ്. എങ്ങനെ കഴിക്കുന്നത്? ഏറ്റവും നല്ല ടൈം, ഐഡിയൽ ടൈം വൈകിട്ട് 5-നും 7-നും ഇടയ്ക്ക് ഒരു സാഷെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക, കുടിക്കുക. അതോടൊപ്പം തന്നെ ആ ഗുളിക കഴിക്കുക. ഇനി വൈകുന്നേരം ആ സമയത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ പലർക്കും അത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഇനി വേണമെങ്കിൽ ഭക്ഷണത്തിന് മുമ്പും കഴിക്കാം. മുമ്പാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 hour ബിഫോർ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എത്ര കാലം കഴിക്കണം? ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസം കഴിക്കുക. 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ കംഫർട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത 2 മാസങ്ങളിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ കഴിക്കാം. ധാരാളം കേസുകളുണ്ട്. അത് ജോയിന്റ് പെയിൻ ഒക്കെ വളരെ സിവിയർ ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്
ഇത് കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇതോടൊപ്പവും TVMFO നിർബന്ധമാക്കുക. ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമൺ, കൊക്കോ പ്രൊഡക്റ്റ്, ന്യൂട്രിചാർട്ട് കൊക്കോ പ്രൊഡക്റ്റ് ഓർ സ്ട്രോബെറി പ്രൊഡക്റ്റ്, വെജ് ഒമേഗ. ഇത് കഴിച്ചിട്ട് ഒരു 2 ആഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം നമ്മളൊരു വീട്ടില് ഒരു ജനാല കമ്പി പെയിന്റ് അടിക്കുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് പെയിന്റ് അടിക്കില്ല. ആദ്യം പഴയ പെയിന്റ് ഒന്ന് ചിരണ്ടി കളയും, എന്നിട്ട് എമരി പേപ്പർ ഇട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കും, എന്നിട്ടൊന്ന് പ്രൈമർ അടിക്കും. 1-2 കോട്ട് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ചാൽ അത് 4-5 വർഷം ഭംഗിയായിട്ട് നിലനിൽക്കും. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ച് മാത്രം പറയരുത്, മറ്റുള്ള പ്രൊഡക്റ്റുകൾ കൂടി ഉപയോഗിക്കണം. ഒരുപക്ഷെ അവരുടെ കോസ്റ്റ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവർ നോ പറയും, പക്ഷെ അതിന്റെ ഒരു ആവശ്യകത പറഞ്ഞു കൊടുത്താൽ ഡെഫിനറ്റ്ലി അവരത് വാങ്ങിക്കും. ഓക്കെ. അപ്പോ സാധാരണ കേസിൽ 6 മാസം കഴിച്ച് മാറിയ കേസുകളുണ്ട്. ഇന്നലെ ഒരു ലേഡി 8 മാസം മുൻപ് എന്നെ കാണാൻ വന്നു. സിവിയർ ആയിട്ടുള്ള ജോയിന്റ് പെയിൻ, അവർക്ക് കഴുത്തനക്കാൻ വയ്യ, കുനിയാൻ വയ്യ, വളരെ ബുദ്ധിമുട്ടിയിട്ട് വന്നതാണ്. ഇന്നലെ അവരെ വളരെ സന്തോഷത്തോടുകൂടി വന്നു. ആദ്യമായിട്ട് എന്റെ മുന്നിൽ വന്ന ആദ്യത്തെ പേഷ്യന്റ് അവർ പറഞ്ഞ കാര്യം ഇതാണ്: എന്റെ എല്ലാ അസുഖങ്ങളും മാറി, ഐ ആം വെരി ഹാപ്പി. ഈ 2 വാചകം അവർ പറഞ്ഞു. 6 മാസം ന്യൂട്രിചാർട്ട് ബീജം ഉപയോഗിച്ചു. 7ാമത്തെ ഒരെണ്ണം വാങ്ങിച്ചു. ഇപ്പൊ കുറച്ച് കഴിച്ചു. ഞാൻ പറഞ്ഞു അതുകൂടി കഴിച്ചിട്ട് നിർത്തിക്കോളൂ. ബേസിക് ആയിട്ട് കഴിക്കേണ്ട ന്യൂട്രിചാർട്ട് വുമണും വെജ് ഒമേഗയും ഗാമയും നമ്മുടെ എനി പ്രോട്ടീനും യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ രോഗങ്ങൾ മാറുന്നുണ്ട്, പ്രൊവൈഡ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. ഒരു കസ്റ്റമറുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് എ ബാലൻസ് ഡയറ്റ്. എപ്പോഴും സമീകൃതമായ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരിക. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോ മുട്ടുവേദന വരുന്നത് മിക്കവാറും ഹെവി യൂസ് കൊണ്ടല്ല, നോ യൂസ് കൊണ്ടാണ്. മുട്ട അനങ്ങില്ല. അനങ്ങുന്ന ഒരു കാര്യം ചെയ്യില്ല. അനങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യണം. അറ്റ്ലീസ്റ്റ് സംതിങ് വി ഹാവ് ടു ഡു. ഞാൻ സ്ഥിരം ക്ലാസ്സുകളിൽ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ യു സ്പെൻഡ് ഫോർ യുവർ ബോഡി. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. ഒരാള് എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് അവർക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ആരോഗ്യത്തിനെ കുറിച്ച് കെയർ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദെയർ ഹെൽത്ത്. അവർ ആരോഗ്യത്തിനെ കുറിച്ച് കെയർ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. സോ എക്സസൈസ് റെഗുലർലി, അഡോപ്റ്റ് ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. ഇനി മാർക്കറ്റിൽ കിട്ടുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട്. മുട്ടുവേദന ഇപ്പം മാറുന്നുകൊണ്ട് പരസ്യം TV-യിലൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. എന്നോട് പലരും അത് ചോദിക്കാറുണ്ട്, ഇത് കഴിച്ചിട്ട് മാറിയല്ലോ എന്നും പറയാറുണ്ട്. ഞാൻ പറഞ്ഞ നല്ല കാര്യം, മാറിയെങ്കിൽ വളരെ നല്ലത്. ഒരുപക്ഷെ ചെറിയൊരു കണ്ടന്റ് കൊണ്ട് തന്നെ അവരുടെ പ്രശ്നം മാറുമായിരിക്കും. അത് രോഗത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കും. ഇവിടെ നമ്മുടെ ഗ്ലൂക്കോസ് SCL 750 mg ഉണ്ട്, വൈറ്റമിൻ K27 റോസിപ്പ് ഉണ്ട്. മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന സമാന ഗുണമുണ്ടെന്ന് അവകാശപ്പെടുന്ന പല കമ്പനികളിലും അതിന്റെ ക്വാണ്ടിറ്റി കുറവാണ്, വില കൂടുതലാണ്. അതായത് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിൽ കൂടുതലാണ്, താരതമ്യേന വില കുറവാണ്. മറ്റു പ്രൊഡക്റ്റിലൊക്കെ ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നില്ല. ഈ സ്ക്രീൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പ്രസന്റേഷൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ സമാന ഗുണം നൽകുന്ന മറ്റു പല ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഐറ്റംസിന്റെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്, എണ്ണവും കൂടുതലാണ്. ഇതിൽ ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. ഐഡിയൽ ടൈം ബിറ്റ്വീൻ 5 to 7 ആണ്. ഇനി ചില കേസുകളല്ല, ഒരു 90% കേസുകളിലും മുട്ടുവേദന ഒന്ന് കൂടും. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള നീര് വരും. പലരും പരാതി പറയാറുണ്ട്, നിങ്ങളുടെ മരുന്ന് കഴിച്ചു, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇപ്പൊ നടക്കാനും കൂടി വയ്യാന്ന്. ഇത് വരാനുള്ള കാരണം നോക്കൂ, വർഷങ്ങളായിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് ഇല്ലാതിരുന്ന ഒരു ജോയിന്റിലോട്ട്, മുട്ടിലോട്ട് ഈ പറയുന്ന ഫുഡ് സപ്ലിമെന്റ്സ് എല്ലാം ചെന്ന് അവിടെ ഒരു ആക്ഷൻ നടത്തുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വർഷങ്ങളായിട്ട് തുറക്കാതിരുന്ന ഒരു ജനാല അല്പം ബലം പ്രയോഗിച്ച് നമ്മൾ തള്ളി തുറക്കുമ്പോൾ എന്തുണ്ടാവും? അതിന്റെ വിജാഗിരിയൊക്കെ പതുക്കെ പൊടിഞ്ഞു പോകും. ഈ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുക. അതിനുള്ളിൽ ഇതെല്ലാം പുതിയതായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ചിലപ്പോൾ ഒരു നീർക്കെട്ടായിട്ട് വരും, ചിലപ്പോൾ ഒരു വേദനയായിട്ട് വരും. അപ്പൊ ഇത് അഡ്വാൻസ്ഡ് അവരോട് പറയണം. ചില ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ട് വേദന ഒന്ന് കൂടും, ചിലപ്പോൾ മുട്ടിൽ നീരൊക്കെ ഒന്ന് വരും. ഡോൺ വറി, അത് നിങ്ങളുടെ ശരീരം ഇതിനെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. യു കണ്ടിന്യൂ എന്ന് മാത്രം പറയും. അങ്ങനെ വേദന വരുമ്പോൾ നമുക്ക് സാധാരണ കേസിൽ നമുക്ക് 4 ചെറിയ ഉള്ളി അരച്ച് തവിടെണ്ണ ഹെൽത്ത് കാർഡ് പോലെ ചേർത്ത് മുട്ടിന്റെ മേലെ ഒരു പാക്ക് പോലെ വെച്ച് കെട്ടാം. അല്ലെങ്കിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ച് ചതച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഒരു പാക്കായിട്ട് വെക്കാം. ഇനി അതും അല്ലെങ്കിൽ എള്ളും ഏത്തപ്പഴം കൂടി അരച്ച് മുട്ടിന്റെ മേലെ ഒരു പാക്കായിട്ട് വയ്ക്കുക. ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ആശ്വാസം, ടെമ്പററി റിലീഫ് നമുക്ക് കിട്ടാൻ നല്ലതാണ്. ഇനി നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ
പെയിൻഗോ അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊള്ളിക്കുക, അവിടെയും നമുക്ക് ഗുണം കിട്ടും. കാരണം റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് കാൽഷ്യം കിട്ടും, പെയിൻഗോയിൽ നിന്ന് ഒരു വേദന സംഹാരി ഡയറക്റ്റ്ലി അവിടെ അപ്ലൈ ചെയ്യും, വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും. ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ചില ആളുകൾക്ക് ഒരു 70-80% ആളുകൾക്ക് വേദനയൊന്നും കൂടും. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, വരാനുള്ള സാധ്യതയുണ്ട്, എല്ലാവർക്കും വന്നുകൊള്ളുന്നില്ല. അവരൊന്ന് കൺവിൻസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് അത് വലിയൊരു കൺഫ്യൂഷനുള്ള വഴി ഉണ്ടാക്കും. സ്റ്റൊമക് അപ്സെറ്റ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഇനൂലിൻ ഉണ്ട്, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാവും, ചിലപ്പോൾ വയറൊന്നും തവണ അറിഞ്ഞു പോകും തുടക്കത്തിൽ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വന്നുകൊള്ളുന്നില്ല. ഒപ്റ്റിമം റിസൾട്ട് കിട്ടാൻ 3 തൊട്ട് 5 മാസം ഉപയോഗിക്കുക. സിവിയർ കേസുകളിൽ, വലിയ തീരുമാനം വളരെ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ 7-8 മാസമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ബോഡി സ്കാൻ ചെയ്യുമ്പോൾ എല്ലിന്റെ തൂക്കം തുടക്കത്തിൽ അങ്ങനെ കൂടിയെന്നൊന്നും വരില്ല. പല ആളുകളും അത് നോക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ 2.3, 2 മാസം കഴിഞ്ഞ് ഇപ്പോഴും 2.3 ആണോ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ വേദനയൊക്കെ മാറി? അപ്പോ എല്ലിന്റെ തൂക്കം കൂടിയില്ലെങ്കിലും അവരുടെ വേദനകളും കാര്യങ്ങളൊക്കെ മാറും. സോ അതിനെക്കുറിച്ച് പറയേണ്ട. അപൂർവം ആളുകൾക്ക് എല്ലിന്റെ തൂക്കം കൂടാറുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനാണ് എല്ലിന്റെ തൂക്കം കൂടുക. പ്രായം ചെന്ന ആളുകൾ എല്ലിന്റെ തൂക്കം കാര്യമായിട്ട് കൂടാറില്ല. അപ്പോ PVMFO പ്ലസ് ഗാമ ഓറൈസിനുള്ള റെഗുലർ വെജൊമേഗ PVMFO പ്ലസ് ഗാമ ഓറൈസിനുള്ള റെഗുലർ ആയിട്ട് കഴിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം അതോടൊപ്പം തന്നെ BJ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുക. ഇതിന് വരുന്ന വില 3500. ഏറ്റവും കൂടുതൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ നാട്ടില് ഒരു മധ്യവയസ്സ് പിന്നിട്ട ഒരു 40% ആളുകൾക്കും ഇതിന്റെ ആവശ്യമുണ്ട് എന്നല്ല പറഞ്ഞത്, അത്യാവശ്യമുണ്ട്. കാരണം ഇതെല്ലാവർക്കും കഴിക്കാം. ഇപ്പൊ കൊല്ലത്തിലൊരിക്കലും സിവിയർ ആയിട്ട് വേദന ഇല്ലെങ്കിൽ പോലും കൊല്ലത്തിലൊരിക്കലും ഒരു മെയിൻ്റെനൻസ് എന്ന ലെവലിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാനിത് കഴിച്ചത് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചത് ഇതിന്റെ എഫക്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറച്ച് പ്രായം ചെല്ലുമ്പോൾ എന്തായാലും എല്ലുകളൊക്കെ വീക്കാവും. അപ്പൊ ഞാനത് 1 മാസം കഴിച്ചു. എനിക്കത് വളരെ ടേസ്റ്റി ആയിട്ട്, ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല. കാരണം എന്റെ എല്ലുകളൊക്കെ ആൾമോസ്റ്റ് ഓക്കെയാണ്, അതുകൊണ്ടായിരിക്കാം. അതുപോലെ വയറിന് കംപ്ലൈന്റ് ഉണ്ടായില്ല, ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടായില്ല. അതിനുശേഷം എല്ലുകൾ കുറച്ചുകൂടി സ്ട്രോങ് ആയ പോലെ എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. ദെൻ ഇത് നമ്മൾ വിറ്റാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ചെറുതായിട്ടൊരു ചാർട്ട് ഉണ്ട്. കാരണം ആഫ്റ്റർ ഓൾ വി ആർ ഡൂയിങ് എ ബിസിനസ്. ഇതില് നമുക്ക് ഉപ്പ് വെക്കാം, ആട്ട കൊണ്ട് വെക്കാം, ചായപ്പൊടി വെക്കാം, കോസ്മെറ്റിക്സ് വെക്കാം, ഹരിതസഞ്ജീവി വെക്കാം, എല്ലാം നല്ലതാണ്. പക്ഷെ ഇത് വെക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം കൂടി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണ്. ഒരു ദിവസം ഒരെണ്ണം വെക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പറയണം, എല്ലാവരും എല്ലാ സമയത്തും വാങ്ങിക്കില്ല. പക്ഷെ നടക്കുന്ന സമയത്ത് കോണിപ്പടി കയറുമ്പോൾ മുട്ടിൽ കൈവച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ എന്താ ചേച്ചി, അല്ലെങ്കിൽ എന്താ ചേട്ടാ, എന്താ വയ്യ, എന്താ അമ്മച്ചി, എന്താ പറ്റിയെന്ന് ഒരു വാക്ക് ചോദിച്ചാൽ നമുക്ക് അവർക്ക് ഒരു കണക്ഷൻ കിട്ടുകയാണ്. അവരോട് നമുക്കത് പറഞ്ഞു കൊടുക്കാം. ഇത് കറക്റ്റ് ഇതിന്റെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം. ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത്ര നാൾ ഉപയോഗിക്കുന്ന ഒരു ഏകദേശം ഇത്ര കോസ്റ്റ് വരുമെന്ന് കൂടി മുൻകൂട്ടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ നോ കൺഫ്യൂഷൻ. അല്ലെങ്കിൽ തുടക്കത്തിൽ എന്ത് കൊണ്ടു കൊടുക്കും 3500 രൂപ എന്ന് പറയുന്നത് ഭയങ്കര വിലയാന്ന് പറയും. 15 ലക്ഷം കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, സോ ഈ ന്യൂട്രിചാർട്ട് BJ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം വിറ്റാൽ 3500, 2800, 2100 PV. സെയിൽസ് കമ്മീഷൻ, സെയിൽസ് മാർജിൻ മാത്രം കിട്ടുക 700 രൂപ ഒരെണ്ണം. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എന്നല്ല, ഒരു ദിവസം ഒരെണ്ണം വെച്ച് വിൽക്കാം. മിനിമം ഒരു 30 എണ്ണം, 30 BJ ഒരു മാസം വിറ്റ് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ആളുകളുടെ കയ്യിൽ 5 പൈസയില്ല, ആരോഗ്യമില്ല, പൈസയില്ല. ഇത് രണ്ടും ഒരുമിച്ച് തരാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, RCM. അത് കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോയത് എന്താ സംഗതി എന്ന് അറിയാണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ഒരു 30 BJ ഒരു ദിവസം, ഒരു BJ അത്ര ഒരു ഹെവി ടാസ്ക് ഒന്നല്ല. കാര്യങ്ങൾ പഠിക്കണം, നമ്മുടെ വിഷ്വലേഡ് ഉപയോഗിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. പ്രൊഡക്റ്റിന്റെ ഡെമോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മറ്റു പ്രൊഡക്റ്റുകളും ഇതും നമ്മളുടെ വില വ്യത്യാസം, അതിന്റെ ഗുണമേന്മ, അതിന്റെ പ്രൊഡക്റ്റുകളുടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. 30 ദിവസം ഡെയിലി ഒരെണ്ണം വെച്ച് ഒരു മാസം 30 എണ്ണം നമുക്ക് വിൽക്കാം, വേണമെങ്കിൽ വിൽക്കാം. ഈ സെയിൽസ്മാനൊക്കെ ഞാൻ പറയില്ലേ, ഇത് വെക്കണമെങ്കിൽ കുറച്ച് കഴിവാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവാണ്. വെറും BJ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കൂടെ മറ്റ് ബേസിക് പ്രൊഡക്റ്റിലൊക്കെ കൊടുക്കണം. അപ്പൊ അതിന്റെ DP ഡിഫറൻസ് നോക്കുക. 30 പ്രൊഡക്റ്റിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഡെയിലി ഒരു BJ വെച്ച് വിറ്റാൽ കിട്ടുന്ന ബെനിഫിറ്റ് 63,000 PV. ഏറ്റവും കൂടുതൽ PV ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, പെയിന്റ് ഒഴിച്ചാൽ മറ്റ് ഏറ്റവും കൂടുതൽ PV ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. സെല്ലിംഗ് ബെനിഫിറ്റ് 21,000 rupees. വേറെ ഒന്നും വേണ്ട, ഒരു PV വേണ്ടത്, വിറ്റാൽ മാത്രമേ ഇത് കിട്ടും. ഒരു കാരണവശാലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കരുത്. കാരണം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ അപമാനിക്കുക. സത്യമല്ലേ? അതിന് സമാന ഗുണം നൽകുന്ന, അതിനേക്കാൾ കുറവ് ഗുണമുള്ളത്, അതിനേക്കാൾ കൂടുതൽ വിലയിൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുകയാണ്. ഈ TV യിലൊക്കെ പരസ്യം കണ്ടിട്ട് എത്രയോ കമ്പനികളാന്ന് പറയണം, ലക്ഷക്കണക്കിന്
പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണ്. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിട്ട്, ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കാന്ന് എനിക്ക് പറയാം. സെല്ലിംഗ് ബെനിഫിറ്റ് 21,000. PVയുടെ മാത്രം കമ്മീഷൻ 9.5%, 63,000 നോക്കി 5,985. 6 മാസം റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിചാർട്ട് പ്രൊഡക്റ്റുകളാണ്, മിനിമം 10,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഒരു മാസം എത്രയും 1,667. ക്യാഷ് അവാർഡ് 30,000 + 30,000 60,000 / 6 10,000. ഏറ്റവും ചുരുങ്ങിയത് 10, 38,000 40,000 രൂപയുടെ അടുത്ത് ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ ഒരു BJ മാത്രം ഒരു ദിവസം വിറ്റാൽ മതി. അത്രയും ബെനിഫിറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത്. ഒരു BJ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന, ഇത്രയും ഹയസ്റ്റ് വോളിയം കിട്ടുന്ന, നമ്മൾ എത്ര ആളുകളുടെ വേദനയാണ് മാറ്റുന്നത്. പ്രത്യേകിച്ച് ഒരു ഏജ്ഡ് ആയിട്ടുള്ള എത്ര ആളുകളുടെ ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടാൻ പോണത്, അനുഗ്രഹമാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പോ ഒരു BJ ഇതിന്റെ കൂടെ ഒരു PVMFO സെറ്റ് കൂടി ആയാലോ, ഇതൊരു മാസമല്ല, ചുരുങ്ങിയത് ഒരാൾ 3 മാസം ഉപയോഗിക്കും. ഒറ്റ മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയ കേസുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു 35 വയസ്സ്, ഒരു കൺസൾട്ടേഷൻ വന്നപ്പോൾ അവർക്ക് ഭയങ്കര പെയിൻ. ഒറ്റ മാസം ഉപയോഗിച്ചുള്ളൂ. BJ ഉപയോഗിച്ചു, നമ്മുടെ ബേസിക് PVMFO ഉപയോഗിച്ചു, കംപ്ലീറ്റ് മാറി. അവരിപ്പോ PVMFO മാത്രം ഉപയോഗിക്കുന്നു. അപ്പൊ പല കാറ്റഗറി ആളുകളുണ്ട്. പക്ഷെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആള്, 70-80 വയസ്സുള്ള ആൾക്കൊന്നും അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ബോഡിയുടെ ഇതിലെ അബ്സോർപ്ഷനും അസിമിലേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. സോ ന്യൂട്രിചാർട്ട് BJ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഈ കാറ്റഗറിയാണ്. ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ തോൽപ്പിക്കാൻ, ഇതിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല. ഇതിനെ തോൽപ്പിക്കാൻ, ഇതിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല. അത്രയും നല്ല മനോഹരമായുള്ള പ്രൊഡക്റ്റുകള് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ആ 23ഓളം പ്രൊഡക്റ്റുകൾ, ഏത് ഉൽപ്പന്നം നമുക്ക് 101% റിസൾട്ട് തരുന്നതാണ്. അപ്പോ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. RCM എന്നൊരു ബിസിനസ്സിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർട്ട്. അതിനെ ഏറ്റവും കൂടുതൽ പ്രബലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രി എക്സ്പെർട്ട് ടീം. ഇതിന് RCMലെ ഓരോ പ്രൊഡക്റ്റുകളും നമ്പർ 1 ആണ്. ന്യൂട്രിചാർട്ട് BJ പോലെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സങ്കടമാണ്. ഇതൊന്നും എനിക്ക് നേരിട്ട് ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളത്. അതിന് സമയം കിട്ടുന്നില്ല. പക്ഷെ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. ഈ ഷോപ്പുകളിലൊക്കെ ധാരാളം സ്റ്റാഫ് ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവിടെ പുതിയ കസ്റ്റമേഴ്സ് വരും. അവരോടൊക്കെ ഡെയിലി 2 പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം, അല്ലെ? RCMൽ പണ്ട് 10-30 പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് ചെറിയ PUCയിൽ കുറച്ച് പ്രൊഡക്റ്റ്. ഇപ്പൊ അങ്ങനെയല്ല, ദിവസം പ്രതി പ്രൊഡക്റ്റിൽ വരുന്ന ഡെയിലി 2 പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു PUCയിലെ സ്റ്റാഫ് വരുന്ന കസ്റ്റമറോട് പറഞ്ഞാൽ, സാർ അറിഞ്ഞില്ലേ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഇന്ന പ്രൊഡക്റ്റ്, ഇതിന്റെ പ്രത്യേകത ഇതാണ്. കുറച്ച് പ്രായം ചെന്ന ഒരാൾ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളോട് നമുക്ക് BJയുടെ കാര്യം പറയാം. വളരെ മെലിഞ്ഞ ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അമ്മ വരുമ്പോ, ഒരു പെൺകുട്ടിയും കൊണ്ട് ഒരു അമ്മ വരുമ്പോ അമ്മയോട് പറയാം, ഇങ്ങനെ ന്യൂട്രിചാർജ് ഗെയിനർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിസൾട്ട് കിട്ടും, നിങ്ങൾ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. അപ്പൊ അമ്മയുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പൊ പ്രൊമോഷൻ നമ്മൾ നന്നായിട്ട് ചെയ്യുക. വി ആർ ഇൻ എ പ്രൊമോഷണൽ ഇൻഡസ്ട്രി. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഉപയോഗിക്കുക. 100% നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് സത്യസന്ധമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക. ഇവിടെ ഇല്ലാത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇല്ലാത്തത് പറഞ്ഞ് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഉള്ളത് തന്നെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു സാധ്യത ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിലേക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് ധാരാളം കൊടുത്തയക്കുന്നുണ്ട്. കഴിച്ച ആളുകൾക്കൊക്കെ ഒരാളും നോ പറഞ്ഞിട്ടില്ല. ആരൊക്കെ മിനിമം ഒരു 3 മാസം കഴിഞ്ഞ് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം കമ്പനി തന്നെ പറയുന്നു, ക്ലിനിക്കൽ പ്രൂവൺ സർട്ടിഫിക്കറ്റിൽ പറയുന്നു 87% ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. RCM നമ്മുടെ ലൈഫിലും, അതൊരു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുകയാണ്, നമ്മുടെ ലൈഫിലും നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലൈഫിലും വലിയ വലിയ മാറ്റങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങൾ എല്ലാവരും ലൈഫിൽ അത് ഉണ്ടാവട്ടെ. ഈ ഒരു പുതിയ സാമ്പത്തിക വർഷം ഏറ്റവും വലിയ വിജയത്തിന്റെ വർഷമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM. ഹമാരാ ചാർജ് ന്യൂട്രി ചാർജ്.